പിന്നീട് മറ്റൊരു ചോദ്യം, അത് നെര്യാണിക്ക് താഴെ വസ്ത്രം അഹങ്കാരമില്ലാതെ ധരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമുണ്ടോ എന്നാണ്. കാരണം അഹങ്കാരത്തോടു കൂടി നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാണല്ലോ പ്രശ്നം. അതല്ലെങ്കിൽ അഹങ്കാരമൊന്നുമില്ലാതെ നല്ലൊരു പാവായിട്ട് അങ്ങനെ ധരിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ അഹങ്കാരത്തോടു കൂടി ധരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നല്ല ഹദീസിൽ വന്നിട്ടുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ ഹദീസിൽ കാണാം, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഹുവ ഫിന്നാർ. രണ്ട് നെര്യാണി വിട്ട് താഴെ പോകുന്ന വസ്ത്രം ഫിന്നാർ, നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ അഹങ്കാരത്തിന്റെ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. അതേപോലെ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, മൂന്നാളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കുണ്ടാകുകയുമില്ല. വലാ യുസക്കീഹിം, അവർ അല്ലാഹു തആല പരിശുദ്ധപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനയേറെ ശിക്ഷയുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം അൽ മുസ്ബിലു ഇസാറ, ഒരാൾ തന്റെ വസ്ത്രം നെര്യാണി വിട്ട് താഴെ ധരിക്കുക എന്നുള്ളതാണ്. അവിടെ അഹങ്കാരത്തിന്റെ വിഷയം പറഞ്ഞിട്ടില്ല. എന്നാൽ വേറെ ചില റിവായത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക വൽ ഇസ്ബാൽ, നിങ്ങൾ നെര്യാണിക്ക് താഴെ പോകുന്നത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഫൈനഹു മിനൽ മഖീല, അതാണ് അഹങ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാണ് അഹങ്കാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഹങ്കാരം ഇല്ലാതെ വസ്ത്രം ധരിച്ചു എന്നാരും വിചാരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. കാരണം ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് തന്നെ അത് അഹങ്കാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ അത് പാൻസ് ധരിക്കുന്നവരാകട്ടെ, തുണി മുണ്ടുടുക്കുന്നവരാകട്ടെ, ഏത് വസ്ത്രം ധരിക്കുന്നവരാകട്ടെ, കമീസ് ധരിക്കുന്നവരാകട്ടെ, നെര്യാണി വിട്ട് താഴെ പോകാൻ പാടില്ല. നെര്യാണിയോടൊപ്പമായാൽ അത് തെറ്റുള്ള കാര്യമല്ല. പക്ഷെ നെര്യാണി വിട്ട് താഴെ പോവുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.